നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ്. ഓക്കെ, ആൻഡ് അവർ നിങ്ങളോട് പറയാത്തത് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അവർ നിങ്ങളോട് എന്താണ് ഹിഡൻ ആക്കി വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് ഒന്ന് എടുക്കാം. ഓക്കെ, അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഡെവിൾ എനർജിയാണ്. ഓക്കെ, കിങ് ഓഫ് കപ്സ്. ഓക്കെ, ഇവിടെ വയ്ക്കാം. സോറി, ഡെവിൾ. ഞാൻ മറയ്ക്കാം, കാർഡ് ഞാൻ മറയ്ക്കാം. ചിലപ്പോൾ കുറച്ചൊരു അതിൻ്റെ മേലൊരു ഇത് ഇടേണ്ടി വരും. ഓക്കെ, കിങ് ഓഫ് കപ്സ്. ഉപ്സ് ഇതിലും വേണം. ഓക്കെ, ലവേഴ്സും ആൻഡ് ഡെവിളും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. വെരി നൈസ്. Lovers, Devil and King of Cups and okay, 3 of Swords. Okay, ഇവിടെ തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. 4 of Wands. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി ഇവിടെ ഫീലിങ്സ് വൈസ് ആക്ച്വലി കിങ് ഓഫ് കപ്സ് എനർജിയാണ്. കിങ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും അവർക്ക് വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. വളരെ ഫീലിങ്സ് നല്ലോണം ഉണ്ട് അവർക്ക്. ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർ തുറന്ന് എക്സ്പ്രസ് ചെയ്യില്ല. ഓക്കെ, അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് അവരുടെ. കിങ് ഓഫ് കപ്സിൻ്റെ പറയാൻ വളരെയധികം ലവിങ് തന്നെയാണ്. ഓക്കെ, ഒരുപാട് ലവിങ് ആയിട്ടുള്ള വ്യക്തിയാണ്, വളരെ സ്നേഹമുള്ള വ്യക്തിയാണ്. ശരിക്കും ആത്മാർത്ഥമായി അവരുള്ളതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അത് തുറന്ന് പറയില്ല. ഓക്കെ, കിങ് ആവണമെന്നില്ല, ക്വീൻ ആയിട്ട് എടുത്തോളൂ. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് പക്ഷെ അങ്ങനെ മറക്കുന്ന ആളല്ല. ബട്ട് കിങ്ങിൻ്റെ ആ എനർജി എടുക്കുക നിങ്ങൾ. ഓക്കെ, കിങ് ഓഫ് കപ്സ് എന്ന് വിളിക്കുമ്പോൾ ഈവൻ ലേഡീസും കിങ് ഓഫ് കപ്സ് എനർജിയിൽ ഉണ്ടാവാം. ഓക്കെ, സോ അത് മനസ്സിലാക്കണം. സോ ഇവിടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. ഓക്കെ, ബട്ട് അവർ തുറന്ന് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഇവിടെ ഡെവിൾ ആൻഡ് ലവേഴ്സ് ഒന്നിച്ചാണ് വന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി എനർജി ഉണ്ട്. 3 സോർട്സും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ഒന്നുമില്ലെങ്കിൽ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ വേറെ തേർഡ് പാർട്ടി ഉണ്ടാവാം. അവർ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് അവരുടെ മനസ്സിൽ. ഓക്കെ, സോറി, ഐ മീൻ അവരുടെ ലൈഫിൽ. ഓക്കെ, അത് ഒരു പാസ്റ്റ് കണക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ 3 ഓഫ് സോർട്സ് കാണുമ്പോൾ ആൻഡ് ലവേഴ്സ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പാസ്റ്റിലെ കണക്ഷൻ ആയിരിക്കാം അവരുടെ. ഒരു എൻഡായിപ്പോയ കണക്ഷൻ ആയിരിക്കാം. ഒന്നുമില്ല, ആ എൻഡായിപ്പോയ കണക്ഷൻ തിരിച്ചു വന്നു എന്ന രീതിക്കായിരിക്കും. അല്ലെങ്കിൽ ആ എൻഡ് ഓഫ് ഒരു അവസാനിച്ച ഒരു റിലേഷൻഷിപ്പ് അവരുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഒരു പാസ്റ്റിലെ ഒരു കാര്യം അവരുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പാസ്റ്റിലെ ആവാം, കാരണം എവിടെയോ എനിക്ക് 3 ഓഫ് സോർട്സ് വന്നതുകൊണ്ട് അത് ഇപ്പോഴത്തെ ഒരു എനർജി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പം അത് എക്സിസ്റ്റിംഗ് അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ മേ ബി പക്ഷെ ആ പാസ്റ്റിനെ അവർക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ആ പാസ്റ്റിലൊരു കണക്ഷൻ അത് വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും അവരുടെ മനസ്സിൽ അതിൻ്റെ ഓക്കെ, യെസ്, ഗിൽട്ട് ആയിരിക്കാം. ഓക്കെ, അവർക്ക് അതിൻ്റെ ഒരു കുറ്റബോധം എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു കുറ്റബോധം അവർക്ക് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആ ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു തേർഡ് പാർട്ടിയിലേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുറ്റബോധം അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു ഇപ്പോഴും ചിലപ്പോൾ അതിൻ്റെ ഒരു ഇമോഷൻസ് ബാക്കി കിടക്കുന്നുണ്ടാവാം. ഈവൻ അത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ചില സമയത്ത് നമ്മൾ ഓർമ്മയില്ലാതെ കയറി വരിക, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ മിസ്റ്റേക്കിനെ കുറിച്ച് ഓർക്കുക, അങ്ങനത്തെ ഒരു കാര്യമാണ് എനിക്ക് ഇവിടെ കാണുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അവർ. ഓക്കെ, അതിൻ്റെ ഒരു റിഗ്രറ്റ് ആയിരിക്കാം. നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളൊരു കുറ്റബോധമായിരിക്കാം. പക്ഷെ അവർ ആ ഒരു തേർഡ് പാർട്ടി പോയത് ആ ഡെവിൾ എനർജി അവരുടെ ഉള്ളിൽ ഫിയേഴ്സ് മേ ബി നിങ്ങൾ കണ്ടുപിടിക്കുമോ എന്നുള്ള, നിങ്ങൾ അറിയുമോ, നിങ്ങൾ അറിഞ്ഞാൽ എന്താവും എന്നുള്ള പേടിയായിരിക്കാം. അല്ലെങ്കിൽ അവർ നിങ്ങളെ ചൂസ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു ഗിൽട്ട്. ഓക്കെ, അവർ നിങ്ങളെ ചൂസ് ചെയ്യാതെ വേറൊരു വ്യക്തിയെ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടിയിലേക്ക് പോയി. അത് അവരുടെ ഉള്ളിൽ ഒരു കുറ്റബോധം കിടക്കുന്നുണ്ട്. നിങ്ങളോട് തെറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു കുറ്റബോധമുണ്ട്. കാരണം ഇവിടെ 4 ഓഫ് വാൻഡ്സ് ആണ് ലാസ്റ്റ് വന്നത്. സോ നിങ്ങളുമായിട്ടൊരു സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിൽ ഇപ്പം നിങ്ങളുമായിട്ട് വളരെ സ്റ്റേബിൾ, അവർക്കറിയാം നിങ്ങളാണ് അവരുടെ ശരിക്കും ഇതൊരു വീടിൻ്റെ എന്താ പറയുക, ഫാമിലി, വീട്, മാരേജിൻ്റെ ഒക്കെ കാർഡാണ്. ഓക്കെ, മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെയാവാം. അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ശരിക്കും നിങ്ങളൊരു ലൈക്ക് വീട് പോലെ, ഒരു ഫാമിലി പോലെയാണ് അവർ നിങ്ങളെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കംഫർട്ട് അവർക്കുണ്ട്. നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഒരു സ്റ്റേബിൾ ആയിട്ടൊരു കണക്ഷൻ ശരിക്കും. ഓക്കെ, മറ്റേ ഈ ഇതൊക്കെ കണക്ഷനൊക്കെ അവരെ വേദനിപ്പിച്ച് പോയിട്ടേ ഉള്ളൂ. അവർക്ക് അതിൽ നിന്ന് നല്ലതൊന്നും കിട്ടിയിട്ടില്ല. വേദനിപ്പിച്ച് പോയി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ലെസൺ കിട്ടിക്കാണും, എന്തെങ്കിലും കർമ്മ കിട്ടിക്കാണും, എന്തെങ്കിലും കാർമികമായിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എൻഡായി പോകുമ്പോൾ അവരെ വേദനിപ്പിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. എന്തെങ്കിലും
തരത്തിൽ അവർക്ക് ചീറ്റിംഗ് തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടി കാണാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, സിറ്റുവേഷൻസ് അവിടെ. ബട്ട് അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ദാറ്റ് നിങ്ങളാണ് ശരിക്കും അവരുടെ ലൈഫിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷൻ എന്നുള്ളത് അവർ തിരിച്ചറിയുന്നത്. പക്ഷേ ഈ ഒരു റിഗ്രറ്റ് വളരെയധികം അവർ ഇവിടെ കിടക്കുന്നുണ്ട്, പേടി കിടക്കുന്നുണ്ട്, ഫിയേഴ്സ് കിടക്കുന്നുണ്ട്, ഒരു നല്ലോണം ഗിൽട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഗിൽട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറ്റബോധം അല്ലേ? ആ കുറ്റബോധമാണ് എനിക്ക് ഇവിടെ കാണുന്നത് അവരുടെ ഫീലിങ്സിൽ. ബട്ട് യെസ്, സ്നേഹമുണ്ട്, നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ആയിട്ട് അവർ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലവേഴ്സ് കണക്ഷനും നമ്മൾ പറയുമ്പോൾ അഗൈൻ നിങ്ങളുമായിട്ടും അവർ ശരിക്കും ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അത് അവർ സ്ട്രോങ് ഫീലിംഗ് ഉണ്ട് അവർക്ക്. പക്ഷെ അതേസമയം അവരൊരു തേർഡ് പാർട്ടിയിലേക്ക് അവർ ഈ ലവേഴ്സ് കാർഡും ഡെവിൾ കാർഡും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇവിടെ ഇതിലും ഒരു ലവേഴ്സ് എനർജി ഉണ്ട്, ഇതിലും ഉണ്ട്. സോ ഇതിൽ ഡെവിൾ എനർജി ഉണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ, നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ബട്ട് അതിൻ്റെ ഇടയിൽ ഒരു കാർമിക് കണക്ഷൻ കയറി വന്നിട്ടുണ്ടാവാം. അവർക്ക് അതിൻ്റെ ഒരു നല്ല റിഗ്രറ്റ് ഇപ്പോൾ അവരുടെ മനസ്സിൽ കിടക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സി എന്തായിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ ആലോചിച്ചത്. അവരുടെ മനസ്സിൽ എന്താണ് ഹിഡൻ കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാം. അതായിരുന്നു പ്ലാൻ നമ്മുടെ. ഓക്കെ, പക്ഷേ ഹിഡൻ തന്നെയാണ് ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ളത്. എന്നാലും നോക്കാം. ഓക്കെ, ലെറ്റ്സ് സി അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവർ മറച്ചു വെച്ച എന്തെങ്കിലും കാര്യങ്ങൾ അവർ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നോക്കാം. ഇവിടെ 9 of Wands ആണ്, Knight of Swords, 8 of Swords. ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, ലെറ്റ്സ് സീ. Hangman. വാവ്, വണ്ടർഫുൾ. ലൈക്ക് സീരിയസ്ലി ഇവിടെ ഇപ്പം അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ലേശം അകൽച്ച വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് നിന്ന് ലേശം മാറി നിൽക്കുന്നുണ്ട്, അകന്ന് നിൽക്കുന്നുണ്ട്, ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. അത് പക്ഷെ നിങ്ങളുടെ തെറ്റല്ല. ഓക്കെ, ഞാൻ ഇപ്പോഴേ പറയാം, നിങ്ങളുടെ യാതൊരു മിസ്റ്റേക്കും ഇല്ല അവിടെ. അവർ സ്വയം അവനവനെ എന്താ പറയുക, ഒരു ബൗണ്ടറി വെച്ച് നിർത്തിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ടുണ്ട്. ഈ നൈറ്റ് ഓഫ് സോർട്സ് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കാതെ എന്തെങ്കിലും ആക്ഷനൊക്കെ എടുക്കുന്ന വ്യക്തിയാണ്, അങ്ങനെ പറയാം. ഓക്കെ, ഒരു എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയാം. സോ ഇവിടെ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്ന് ചില മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അവരെടുത്ത് ചാടി ചെയ്ത ഒരു കാര്യം അത് അവർ വളരെ തെറ്റായി പോയിട്ടുണ്ട്. അവരിപ്പോൾ അതിൽ സ്റ്റക്ക് ആണെന്നാണ് എനിക്ക് കാണുന്നത്. ഈവൻ 8 of Swordsഉം നമ്മൾ സ്റ്റക്ക് എനർജി പറയും, പെട്ട് നിൽക്കുന്നതായിട്ട് പറയും. ഈവൻ ഹാങ്മാനും ഉണ്ട്. ഓക്കെ, അവർ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരിപ്പോൾ പെട്ട് നിൽക്കുന്നുണ്ട്. ഓൾറെഡി ചിലപ്പോൾ തേർഡ് പാർട്ടി അതായിരിക്കും ഞാൻ പറഞ്ഞാൽ വിട്ട് മാറാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതായിരിക്കും മേ ബി എന്തെങ്കിലും കാരണം കൊണ്ട്. ഓക്കെ, അവിടെ ഇപ്പോഴും ആ ഒരു കാർമിക് ബന്ധം ഇപ്പോഴും അത് ഫുള്ളി വിട്ടുപോയി കാണില്ല. ചിലപ്പോൾ അതായിരിക്കാം. സോ അതിൽ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് അവർക്ക് വിട്ടു മാറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഇപ്പം ശരിക്കും അവരെ മനസ്സുകൊണ്ട് അവർക്ക് റിഗ്രറ്റ് നല്ലോണം ഉണ്ട്. ഓക്കെ, അവരെടുത്ത് ചാടി ചെയ്ത ഒരു കാര്യമാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നിയിട്ടോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അവർ അങ്ങനെ ഒരു കണക്ഷനിലേക്ക് പോയി പെട്ടത് അത് അവർക്ക് നല്ലോണം റിഗ്രറ്റ് ഉണ്ട്. ഓക്കെ, കാരണം അവർ നിങ്ങളെ ചൂസ് ചെയ്തില്ല, അതാണ്ടായത്. ഓക്കെ, അവർ നിങ്ങളെ ചൂസ് ചെയ്യാതെ അവർ പല ഇതിൻ്റെയും പിന്നെ പുറകിൽ പോയി, വേറെ പല കാര്യങ്ങളുടെയും പുറകിൽ പോയി. ഇതിപ്പോൾ തേർഡ് പാർട്ടി വന്നു whatever. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് ഇപ്പം അവർ നിങ്ങളോട്, അവരുടെ മനസ്സിൽ അതാണ് കിടക്കുന്നത്. അവർ നിങ്ങളോട് തുറന്ന് പറയില്ല ഇതൊരിക്കലും. ഓക്കെ, ഇത് അവർ തുറന്ന് പറയുന്ന എക്സ്പെക്ട് ചെയ്യേണ്ട. അവർ പക്ഷെ അതിൽ പെട്ട് നിൽക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് പറയാൻ സാധിച്ചാൽ അവർ നിങ്ങളോട് തുറന്ന് പറയും. പക്ഷെ അവരത് പറയില്ല. അത് വേറെ കാര്യം. അവരിപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി അവർ നിങ്ങളുടെ അടുത്ത് ഇത് മറയ്ക്കുന്നു എന്ന രീതിക്കും എടുക്കാം നമുക്ക്. അവർ നിങ്ങളെ അറിയിക്കാതെ ഓക്കെ അത് മറച്ചു വെക്കുകയാണ്. അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ മനസ്സിലുള്ള കാര്യങ്ങൾ, അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് ഒരു ഭാഗത്തുണ്ട്. നിങ്ങളാണ് അവരുടെ ലൈഫിൽ സ്റ്റേബിൾ, അത് യെസ് ഒരു ഭാഗത്തുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അവർക്കൊരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അവർ എടുത്തൊരു തീരുമാനം, ഓക്കെ, അവരൊരു റാഷായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരൊരു വേറെ എടുത്തു ചാടി ചെയ്ത ഒരു കാര്യം അവരുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ട്. അപ്പം അതിലവരിപ്പോൾ സ്റ്റക്കാണ് എന്നുള്ളതാണ് കാണുന്നത്. അത് ചിലപ്പോൾ ഒരു അഡിക്ഷൻ ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് ഈ ഡെവിളും ഉണ്ട്, 7 of Cups ഉണ്ട്. സോ മേ ബി എന്തെങ്കിലും അഡിക്ഷൻസ് ആയിരിക്കാം. ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പ് മാത്രം ആവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, എന്തെങ്കിലും തരത്തിൽ വേറെ ബട്ട് ഇവിടെ കൂടുതലും സ്ട്രോങ് ആയിട്ട് ലവേഴ്സും വന്നതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പാണ് എനിക്ക് കാണുന്നത്. അതിലെന്തെങ്കിലും പെട്ടുപോയി കാണാം. പക്ഷെ ഓക്കെ, അതിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മൾ ചില സിറ്റുവേഷൻ പറയില്ലേ, ഓൾറെഡി ഒരാളുമായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് വരാനും അത്ര എളുപ്പമല്ല അല്ലേ. സോ അങ്ങനെ ആയിരിക്കാം ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേറെന്താ യൂണിവേഴ്സ് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. നമുക്ക് ജസ്റ്റ് അവരുടെ ഭാഗത്തു നിന്നല്ല, യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. 9 of Swords, Death, and Cups. യെസ്, ഓക്കെ, അവർക്ക് റിഗ്രറ്റ് നല്ലോണം ഉണ്ട്.
അവർക്ക് രാത്രി ഉറക്കം പോലും പോകുന്നുണ്ട്. കാരണം അവർ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്തിട്ട് അവർക്ക് നല്ല നല്ല ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. ഈവൻ തേർഡ് പാർട്ടി അവർക്ക് ടെൻഷൻ കൊടുക്കുന്നുണ്ടാവാം, അങ്ങനെയാവാം. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ അവരിവിടെ ഒരു മാറ്റം വരുന്നുണ്ട് എന്നാണ് അവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഓക്കെ, ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഒരു ട്രാൻസിഷൻ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നൊരു സോറി പറയാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അവർ നിങ്ങളോട് വന്നിട്ട് മാപ്പ് പറയും. ഒന്നുകൂടി തുറന്നു പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ തുറന്നു പറയാതെ തന്നെ അവർ നിങ്ങളുടെ അടുത്ത് അകന്ന് നിന്നതിന് ചിലപ്പോൾ മാപ്പ് പറയും. അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞോന്ന് വരില്ല, അല്ലെങ്കിൽ അവർ ചെയ്തു പോയ മിസ്റ്റേക്കിനെ കുറിച്ച് അവർ പറഞ്ഞോന്ന് വരില്ല. കാരണം അത് അത്ര എളുപ്പത്തിൽ ആർക്കും തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല, അല്ലെ? അഡ്മിറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ബട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു അപ്പോളജി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഒരു സോറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വർക്ക് ചെയ്ത് റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കണം എന്ന രീതിക്ക് അവരിപ്പോൾ പ്ലാൻ ഇടുന്നുണ്ട്. ഇവിടെ ഡെത്ത് കാർഡ് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് വരാൻ പോകുന്നത്. ഇവിടെ 9, ഇതും 9 ആണ്. ഓക്കെ, സോ ഇവിടെ 9 ഓഫ് സോർട്സ് നമ്മൾ ടെൻഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി, രാത്രി ഉറപ്പില്ലായ്മ എല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സോ 9 ഓഫ് കപ്സ് പറയുമ്പോൾ വളരെയധികം ഓപ്പോസിറ്റ് ആയിട്ട്, എല്ലാം ഓപ്പോസിറ്റ് ആണ്. സന്തോഷം, ഹാപ്പിനെസ്, നമ്മുടെ വിഷ് ഫുൾഫിൽമെന്റ്, ആഗ്രഹം നടന്നു എന്ന രീതിക്കൊക്കെയാണ്. സോ അവരിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അവർക്ക് തിരിച്ചറിയുന്നുണ്ട്. അവരെ ഒരു ഭാഗത്ത് തേർഡ് പാർട്ടി അല്ലെങ്കിൽ അവർ ആ ചെയ്തു പോയ ഒരു തെറ്റ് അവർക്ക് റിഗ്രറ്റ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ടെൻഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവരെ സന്തോഷമാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ അവനവനിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാർമിക് സിറ്റുവേഷൻ ഐ തിങ്ക് എൻഡ് ആവും. ഓക്കെ, ഒരു മാറ്റം വരും എന്നാണ് ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്നൊരു സോറിയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ ഭാഗത്തുനിന്നൊരു എഫേർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിന് ഒരു അങ്ങനെ മെല്ലെ മെല്ലെ ആയാലും പതുക്കെ ആയിരിക്കും. ഓക്കെ, ഒരുപാട് എടുത്തു ചാടി അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് എല്ലാം ശരിയാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കുറച്ചായിട്ട് അത് ശരിയാവാനുള്ള ഒരു സാധ്യത ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഗൈഡൻസ് വെച്ചതല്ല. ഓക്കെ, എടുത്തേക്കാം. ഇവിടെ ബെറ്റർ ആവുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്, മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് യൂണിവേഴ്സിറ്റി ഗൈഡൻസ് കൂടി നോക്കിയേക്കാം. ചോക്ക്വുഡ്, ഓക്കെ, സെയിം എനർജിയാണ്. ബ്ലെസ്ഡ് ആണ്. ഓക്കെ, സോറി, ബിൽഡിംഗ് ബ്ലോക്സ്. ഓക്കെ, വെരി നൈസ്. ഓക്കെ, സെയിം കാര്യമാണ് പറയുന്നത് ഇവിടെ. co-create, awesome, and orphan. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ തനിച്ചാക്കി പോയി എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, ആക്ച്വലി പക്ഷെ അതിന് ഒരു തിരിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് വീണ്ടും ഒരു ബ്ലെസ്സിങ് തരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, യൂണിവേഴ്സ് ഇവിടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ തമ്മിൽ ബെറ്റർ ആക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ചോപ്പ്വുഡ് ആൻഡ് ബിൽഡിംഗ് ബ്ലോക്സ് രണ്ടും പറയുന്നത് നമ്മൾ ഇതിൽ എഫേർട്ട് ഇടാൻ തയ്യാറാണ് എന്ന രീതിക്കാണ്. ഓക്കെ, റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ തയ്യാറ്. ഇവൻ ഞാൻ 3 ഓഫ് പെന്റിക്കിൾസും അത് തന്നെ പറഞ്ഞത്. ഇതിൽ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്ത് പരസ്പരം നിങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷനെ മെല്ലെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതായിട്ട്. ഓരോ പടിപടിയായിട്ടേ നടക്കുള്ളൂ, പെട്ടെന്ന് നടക്കില്ല. ഓക്കെ, ബട്ട് സ്ലോലി വീണ്ടും ഒരു റീബിൽഡിംഗ് നിങ്ങൾക്ക് പോസിബിൾ ആണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് ഇവിടെ co-createഉം അതേ കാര്യം തന്നെയാണ്. നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്ന് നിങ്ങൾക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതുവരെ കുറച്ചൊന്ന് തനിച്ചായി പോയി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരും എന്ന രീതിക്കാണ്. 5 ആണ് ഇവിടെ, 5 നമ്പർ ചേഞ്ച് ആണ്. സോ യെസ്, ചേഞ്ച് തീർച്ചയായിട്ടും വരുന്നുണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, കുറച്ചൊന്ന് സമയം കൊടുക്കുക. പെട്ടെന്നൊന്നും ഇത് മാറ്റം വരില്ല. ഓക്കെ, നിങ്ങൾ പേഴ്സൺ ഇപ്പോൾ സപ്പോസ് അപ്രോച്ച് ചെയ്താലും ഓക്കെ, നിങ്ങളതിനെ സ്ലോ ആയിട്ട് എടുക്കാം. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ മാപ്പ് കൊടുത്ത് അവരെ ഇതെന്ന് പറഞ്ഞ് തിരിച്ചെടുക്കണ്ട. നിങ്ങൾ മെല്ലെ വാച്ച് ചെയ്ത് അവരിൽ മാറ്റങ്ങൾ കാണുന്നുണ്ടോ, അവർ എഫേർട്ട് ഇടുന്നുണ്ടോ എല്ലാം നോക്കിയിട്ട് മാത്രം നിങ്ങൾ അവരെ തിരിച്ച് സ്വീകരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി ഫുള്ളായി എൻഡായി പോയോ എന്ന രീതിക്കും അതും ഒന്ന് നല്ലോണം മനസ്സിലാക്കിയ ശേഷം മാത്രം ഓക്കെ അവര് തിരിച്ച് വേണ്ട റിലേഷൻഷിപ്പിന് ചാൻസ് കൊടുക്കണ്ടെന്നല്ല, കൊടുക്കാം. ഐ തിങ്ക് ഇന്നലെ അത് തന്നെ പറഞ്ഞല്ലേ. ഓക്കെ, റിലേഷൻഷിപ്പിന് ചാൻസ് കൊടുക്കാം, ബട്ട് കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ട്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ അഡ്വൈസ്. നല്ല ഓക്കെ, സോ കാർഡ്സ് കുറച്ച് ഞാൻ ചിലപ്പോൾ മേലേക്ക് കവർ ചെയ്യൂ കേട്ടോ. ഓക്കെ, ഞാൻ എത്രത്തോളം അത് കാണുന്നുണ്ടെന്ന് ഇപ്പോൾ നോക്കണം. ഓക്കെ, എന്തായാലും ശരി, എല്ലാവർക്കും നല്ലൊരു ശരീരം പോസിറ്റീവായിട്ടിരിക്കാം, ഹാപ്പി ആയിരിക്കാം. നന്ദി, നമസ്കാരം.